ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നിലമ്പൂർ. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 5 നാൾ മാത്രം ശേഷിക്കെ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കുന്നു മുന്നണികൾ. മുഖ്യമന്ത്രിയെ വീണ്ടും മണ്ഡലത്തിലിറക്കി LDFന്റെ പ്രചാരണം ഒരു വെടിക്കെട്ട് മോഡലിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അവിടെ ആഞ്ഞടിക്കുന്നു, മറുഭാഗത്ത് VD സതീശൻ അതിന് മറുപടി പറയുന്നു. അതാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ച 15-ാം തീയതി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇന്നായിരുന്നു എത്തേണ്ടിയിരുന്നത്, പക്ഷേ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് റീഷെഡ്യൂൾ ചെയ്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. NDAയുടെ പ്രചാരണവും കൊഴുപ്പിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന്റെ പ്രചാരണത്തിന് തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പഠാൻ എത്തുകയാണ്. പരസ്യ പ്രചാരണം തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ എന്താണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ പൾസ് എന്നറിയാൻ നമുക്ക് പോകാം. നിലമ്പൂർ സ്ക്വാഡ് തയ്യാറാണ്. അലി അക്ബർ ഷാ അതിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിംഗ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോഴാണ് വാർത്തകളിൽ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോയെങ്കിലും മണ്ഡലത്തിൽ പ്രചാരണം ആവേശത്തോടു കൂടി തന്നെ തുടരുകയല്ലേ മൂന്ന് മുന്നണികളും, അതോടൊപ്പം PV അൻവറും? ഗുഡ് ഈവനിംഗ് സുജിയ. തീർച്ചയായും നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വലിയ ആവേശമില്ല, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഓളമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു തലത്തിലുള്ള ഓളത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലമ്പൂർ എന്ന് തന്നെ പറയേണ്ടി വരും. ആവേശോജ്വലമായ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളെല്ലാവരും ഈ പറഞ്ഞതുപോലെ PV അൻവറും പ്രധാനപ്പെട്ട നേതാക്കളെ മണ്ഡലത്തിലേക്ക് എത്തിച്ച് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ടുറപ്പിക്കാനായി മുഖ്യമന്ത്രി 3 ദിവസത്തെ പരിപാടികൾക്കായി മണ്ഡലത്തിലേക്ക് എത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ റാലി ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ചുങ്കത്തറ പഞ്ചായത്തിലായിരുന്നു റാലി ഉണ്ടായിരുന്നത്. അവിടെ വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തെ കേൾക്കാനായി എത്തിയിരുന്നു. ഇപ്പോൾ അടുത്ത വേദിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. 2 വേദികളിലും അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം UDFനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ PV അൻവറിനെതിരെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു വഞ്ചകനെ വിശ്വസിച്ച് ഞങ്ങൾ കൂടെ കൂട്ടി, ആ വഞ്ചകൻ ഇറങ്ങിപ്പോയതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നത് എന്നതാണ് അദ്ദേഹം PV അൻവറിനെ പറ്റി പറഞ്ഞു വെച്ചത്. UDFന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയുടെ പേരിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കാണ് എന്തായാലും മുഖ്യമന്ത്രി 2 വേദികളിലും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2ാം വേദിയിൽ അല്പദൂരത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സമാനമായ നിലയിലുള്ള പ്രസംഗം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഗ് നേതൃത്വം കാലങ്ങളായി കൈക്കൊണ്ടിരുന്ന, പാണക്കാട് തങ്ങൾ കൈക്കൊണ്ടിരുന്ന ജമാഅത്ത് ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്ന് നിലവിലെ ലീഗ് നേതൃത്വം മറന്നുപോയോ എന്ന ചോദ്യമാണ് അദ്ദേഹം 2 വേദികളിലും പ്രധാനമായും പറഞ്ഞു വെച്ചത്. ഈ ജമാഅത്തെ ഇസ്ലാമി ലഭിക്കുന്ന സ്വീകാര്യത UDFനെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട്. സമൂഹം അകറ്റി നിർത്തുന്നവരെ കൂടെ ചേർത്ത് വോട്ട് കൂട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് കോൺഗ്രസ് നേതൃത്വം പുതിയ മാനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ പിണറായി വിജയൻ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി കൂടിയല്ലേ അലി അക്ബർ ഷാ? സുജിയ, തീർച്ചയായും ഈ വേദികളിൽ കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. കഴിഞ്ഞ വേദിയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചത്, ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ ഒരു ഘട്ടത്തിലും LDF കൂടെ കൂട്ടിയിട്ടില്ല, ഈ ഘട്ടത്തിലും അതിന്റെ ആവശ്യമില്ല എന്നതാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മറ്റ് ക്യാമ്പുകളിലും തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ തന്നെയാണുള്ളത്. NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് MD രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മണ്ഡലത്തിൽ തുടരുന്നത്. പ്രചാരണ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസം 15-ാം തീയതി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവേശകരമായ കാര്യമെന്ന് പറയുന്നത്. 15-ാം തീയതിയിൽ ഒരു ശക്തി പ്രകടനം മണ്ഡലത്തിൽ കാണിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള പരിപാടികൾ തന്നെയാണ് UDF ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തേണ്ടതായിരുന്നു. രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് 15-ാം തീയതിയിലേക്ക് ഈ പരിപാടി മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്നേ ദിവസം വമ്പിച്ച പരിപാടികൾ തന്നെയാണ് UDF മണ്ഡലത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കത്രിക അടയാളത്തിൽ പിണറായിസത്തിനെതിരെ പോരാടാൻ ഇറങ്ങിയ PV അൻവർ എന്തായാലും യൂസഫ് പത്താനെയാണ് മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നത്. ഞായറാഴ്ച യൂസഫ് പത്താൻ മണ്ഡലത്തിലേക്ക് എത്തും. അന്ന് PV അൻവർ പരമാവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ വമ്പിച്ച ഒരു റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യൂസഫ് പത്താൻ PV അൻവറിന് വോട്ട് ചോദിച്ചുകൊണ്ട് റോഡ് ഷോയിൽ പങ്കെടുക്കും.